ഭീമൻ എപ്പോഴും എന്നോടൊപ്പം. ഇന്ത്യയിലെ ഒട്ടുമിക്ക കുട്ടികളെയും പോലെ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ കേട്ടിട്ടാണ് ഞാനും വളർന്നത്. പ്രത്യേകിച്ച് മഹാഭാരതത്തിലെ. അതിലെ ഭീമൻ എന്ന കഥാപാത്രം എന്നും കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഭീമനും ബഗനും തമ്മിലുള്ള യുദ്ധം, കാളവണ്ടി നിറയെ ചോറുമായി വരുന്ന ഭീമൻ, ഭീമന്റെ കരുത്ത്, ഗദയുമായുള്ള നിൽപ്പ്, എപ്പോഴും ഭീമനെക്കുറിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. അമർചിത്ര കഥകളിൽ മറ്റേതൊരു മഹാഭാരത കഥാപാത്രത്തെക്കാൾ പ്രാധാന്യം ഭീമനായിരുന്നു. ഭീമൻ എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വലിയ ശരീരമായിരുന്നു. എത്ര കഴിച്ചാലും മതിവരാത്ത വയറായിരുന്നു. വൃഗോദരൻ എന്ന വിളിപ്പേരായിരുന്നു. പാതി ആരാധനയും പാതി പരിഹാസവും നിറഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ MT വാസുദേവൻ നായർ രണ്ടാമൂഴം എന്ന നോവൽ എഴുതിയതിന് ശേഷമാണ് പെരുത്ത ശരീരത്തിനപ്പുറം ഭീമന് നനുത്ത ഒരു മനസ്സുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലായത്. അയാൾക്ക് ദുഃഖങ്ങളും ഏകാകിത്വവും മോഹങ്ങളും മോഹഭംഗങ്ങളും കരച്ചിലുകളുമെല്ലാമുണ്ട് എന്ന് ബോധ്യമായത്. എനിക്കും രണ്ടാമൂഴത്തിൻ്റെ വായന പകർന്നു തന്ന വലിയ പാഠം ഇതായിരുന്നു. രണ്ടാമൂഴം വായിച്ച കാലത്തൊന്നും അതിൻ്റെ സിനിമാരൂപം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അഭിനയിക്കാൻ വേണ്ടി കഥാപാത്രങ്ങൾക്കായി പുസ്തകങ്ങൾ വായിക്കുന്ന പതിവ് എനിക്ക് പണ്ടേയില്ല. വായനയുടെ രസത്തിനു വേണ്ടിയാണ് വായന. എന്നാൽ ദശാബ്ദങ്ങൾക്കിപ്പുറം രണ്ടാമൂഴം 2 ഭാഗങ്ങളുള്ള സിനിമയാവാനുള്ള തീരുമാനം ഉണ്ടാവുകയും MT സാർ അതിൻ്റെ തിരക്കഥ പൂർണ്ണമായും എഴുതി തീരുകയും ചെയ്തിരിക്കുന്നു. ഭീമനായി എൻ്റെ പേര് പറഞ്ഞത് മറ്റാരുമല്ല, MT സാർ തന്നെ. അതിൽ ഒരു നടനെന്ന നിലയിൽ ഞാൻ ധന്യനാണ്. അതിലുപരി അദ്ദേഹത്തോട് നന്ദിയുള്ളവനും. ഇന്ന് ഭീമനാവാനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ എനിക്ക് അല്പം അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഭീമൻ എന്ന കഥാപാത്രം ജീവിതത്തിൻ്റെ വലിയൊരു കാലത്തോളം എന്നെ പിന്തുടർന്നു കൊണ്ടേയിരുന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അറിയാതെ തന്നെ. രണ്ടാമൂഴത്തിലെ ഭീമനേക്കാൾ മുൻപേ ഞാൻ MT സാറിൻ്റെ ഭീമനായി. 1985 രംഗം എന്ന സിനിമയിലൂടെ. വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാമൂഴം പുസ്തകമായി ഇറങ്ങിയതിന് ശേഷം ഒരു ശില്പി എൻ്റെ അടുക്കൽ വന്നു. രണ്ടാമൂഴത്തിലെ ഒരു രംഗം, ഭീമനും ഹിഡിംബിയും. അദ്ദേഹം മരത്തിൽ കൊത്തിയിരുന്നു. അന്ന് അതെനിക്ക് തരുമ്പോൾ അദ്ദേഹം ആശംസിച്ചു, എന്നെങ്കിലും രണ്ടാമൂഴം സിനിമയാവുകയാണെങ്കിൽ ഭീമനാവാൻ സാധിക്കട്ടെ. അപ്പോൾ പുസ്തകത്തിൻ്റെ ചലച്ചിത്ര രൂപത്തെക്കുറിച്ച് ആരും ആലോചിച്ചിട്ടേയില്ലായിരുന്നു. 1999 വാനപ്രസ്ഥത്തിൽ ഭീമനാവാൻ എനിക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 2003 മലയാള മനോരമയ്ക്ക് വേണ്ടി കഥയാട്ടം എന്ന പരിപാടി ചെയ്തത്. മലയാള സാഹിത്യത്തിലെ വലിയ കഥാപാത്രങ്ങളുടെ രംഗാവിഷ്കാരമായിരുന്നു അത്. അതിലും ഭീമനുണ്ടായിരുന്നു, രണ്ടാമൂഴത്തിലെ ഭീമൻ. അപ്പോഴും സിനിമ ചർച്ചയിലേ ഇല്ലായിരുന്നു. അതും കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് മുകേഷും ഞാനും ചേർന്ന് ഛായാമുഖി എന്ന നാടകം ചെയ്തത്. അതിൽ എൻ്റെ കഥാപാത്രം ഭീമനായിരുന്നു. ഇങ്ങനെ വർഷങ്ങളായി ഭീമൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായി ഭീമനാവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. MT സാറിൻ്റെ പ്രിയപ്പെട്ട വാക്ക് തന്നെ കടമെടുക്കട്ടെ, സുകൃതം. രണ്ടാമൂഴം പോലുള്ള ഒരു കൃതി സിനിമയാവുമ്പോൾ അതൊരു സാധാരണ പരിശ്രമം മാത്രമല്ല ആവശ്യപ്പെടുന്നത്. ഒരുപാട് പ്രതിഭകളുടെ അത്യധ്വാനം ആവശ്യമാണ്. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടനെന്ന നിലയിൽ അടുത്ത 2 വർഷം എനിക്കേറെ പ്രധാനവും അധ്വാനഭരിതവുമാണ്. MTയുടെ ഭീമൻ ഒരേ സമയം മനസ്സും ശരീരവുമാണ്. അപ്പോൾ രണ്ടിൻ്റെയും പരിശീലനം ആവശ്യമാണ്. പലതരത്തിലുള്ള യുദ്ധമുറകൾ രണ്ടാമൂഴത്തിലുണ്ട്. ഗദായുദ്ധം മുതൽ കാറ്റിൻ്റെ വേഗതയിലുള്ള രഥയുദ്ധം വരെ. അപ്പോൾ അതാത് ആയോധന കലകളിലെ വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ ഇതെല്ലാം അഭ്യസിക്കേണ്ടി വരും. അടുത്ത 1-1.5 വർഷം
ഇതിനുവേണ്ടി പല കമ്മിറ്റ്മെന്റുകളിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നേക്കാം. ഇതെല്ലാം ഒരു മഹത്തായ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്, ത്യാഗങ്ങളാണ്. അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രങ്ങൾക്കായി മനഃപൂർവ്വം തയ്യാറെടുപ്പുകളൊന്നും ചെയ്യാത്ത എന്നെപ്പോലുള്ള ഒരു നടന് ഇതേറെ പുതുമകളുള്ളതും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. രണ്ടാമൂഴം ഭാഗ്യത്തിനൊപ്പം ഗുരുത്വത്തിന്റെ കൂടി സമ്മാനമാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. 38 വർഷക്കാലത്തോളം ഞാൻ അഭിനയിക്കുക എന്ന ജോലി മാത്രമേ ചെയ്തിട്ടുള്ളൂ. തിരഞ്ഞെടുപ്പുകളോ മടുപ്പുകളോ ഒന്നുമില്ലാതെ ഞാൻ എന്നെക്കൊണ്ടാവും വിധം ഈ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴും തുടരുന്നു. ചിലപ്പോഴെല്ലാം ഉയർന്നു, ചിലപ്പോൾ വീണു. എല്ലാറ്റിൽ നിന്നും ഞാൻ എന്തെല്ലാമോ പഠിച്ചിട്ടുണ്ട്. അതെന്റെ ഉള്ളിലുണ്ട്. അവയെല്ലാം രണ്ടാമൂഴത്തിലെ ഭീമന് വേണ്ടിയിട്ടായിരുന്നു എന്നിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഈ അനുഭവജ്ഞാനങ്ങളെല്ലാം ആവശ്യാനുസരണം എന്നിൽ പ്രവർത്തിക്കണേ എന്നാണ് പ്രാർത്ഥന. അതിനാണ് ഗുരുത്വം വേണ്ടത്. സിനിമ എന്നത് ഒരിക്കലും ഒരാൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന കലയല്ല. വിജയത്തിന്റെ കാരണമായാലും പരാജയത്തിന്റെ ഉത്തരവാദിത്വമായാലും. രണ്ടാമൂഴം പോലുള്ള വലിയ ഒരു സിനിമയ്ക്ക് ആദ്യം വേണ്ടത് അത് സ്വപ്നം കാണാനുള്ള മനസ്സാണ്. ഇതിന്റെ സംവിധായകനായ ശ്രീകുമാർ മേനോന്റെ എത്രയോ കാലത്തെ സ്വപ്നമാണിത്. പിന്നെ ഇത്തരം വലിയൊരു പദ്ധതിക്ക് പണം മുടക്കാനുള്ള ധൈര്യവും സന്നദ്ധതയും കാട്ടിയ BR ഷെട്ടി. അദ്ദേഹത്തിന്റെ ഈ കർമ്മം സിനിമയ്ക്കും ഭാഷയ്ക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. എല്ലാറ്റിലുമുപരി MT സാറിന്റെ തിരക്കഥ. എല്ലാറ്റിനു മുന്നിലും എന്റെ പ്രണാമം. രണ്ടാമൂഴം സംഭവിക്കുമോ ഇല്ലയോ എന്ന ആശങ്കകൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അതാണ് എനിക്കിഷ്ടം. സംഭവിച്ചാലും ഇല്ലെങ്കിലും ഒരു വലിയ സ്വപ്നത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുന്നത് തന്നെ ആനന്ദകരമാണ്. ലക്ഷ്യത്തെക്കാൾ യാത്രയാണ് എന്നെ രസിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ആ യാത്രയിലാണ്. എന്നോടൊപ്പം എപ്പോഴും ഭീമനും. സ്നേഹപൂർവ്വം